ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസമാണ്, പീനട്ട് രസം. ഇതുണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും ഉണ്ണാം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ പീനട്ട് രസം. ഒരു വ്യത്യസ്ത രുചിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാദ്യമായി വേണ്ടത് ഒരു സവാള അരിഞ്ഞത്, ആവശ്യത്തിന് എണ്ണ, 1/2 കപ്പ് കപ്പലണ്ടി, 2 പച്ചമുളക് അരിഞ്ഞത്, ചെറിയ കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മല്ലിയില, 5 അല്ലി വെളുത്തുള്ളി. ഇനി ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് പുളി കുതിരാനായി ഇട്ട് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. പീനട്ട് രസം ഉണ്ടാക്കാനായി ആദ്യം കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. കപ്പലണ്ടി ഒരു പകുതി റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി അല്ലി കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഒരു പാനിലെ ചൂടായ എണ്ണയിലേക്ക് സവാള, മല്ലിയില, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടാക്കുമ്പോഴേക്കും ആവശ്യമനുസരിച്ച് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 4 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോഴേക്കും അരച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ആവശ്യത്തിന് വെള്ളവും അതിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഇളക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. താളിച്ചെടുക്കാനായി കുറച്ച് കടുക്, ചുവന്നുള്ളി അരിഞ്ഞത്, ചുവന്ന മുളക്, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടുമ്പോഴേക്കും ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റാം. ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ രസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പീനട്ട് രസം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത